വയനാട് തുരങ്കപാതയുടെ വരവോടുകൂടി കോഴിക്കോട് നിന്നുള്ള പ്രവേശന കവാടമായ ആനക്കാംപൊയിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടും. അതോടെ വ്യാപാര മേഖലയ്ക്ക് വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് കച്ചവടക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കൂടിയാണ് വെളിച്ചം പകരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ അതിർത്തി ഗ്രാമമാണ് ആനക്കാംപൊയിൽ. കൃഷിയും വ്യാപാരവുമൊക്കെയാണ് ഇവിടെയുള്ള 2000-ഓളം വരുന്ന കുടുംബങ്ങളുടെ ഉപജീവനമാർഗം. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചതോടെ ആനക്കാംപൊയിൽ എന്ന കൊച്ചുഗ്രാമവും ദേശീയ ശ്രദ്ധ നേടുകയാണ്. 110 കച്ചവടക്കാർ മാത്രമുള്ള ഈ നാടിന്റെ വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് തുരങ്കപാതയുടെ വരവുണ്ടാക്കുകയെന്ന് വ്യാപാരി നേതാക്കൾ പറയുന്നു. ഈ തുരങ്കപാത തുറക്കുന്നതോടുകൂടി വയനാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നുമുള്ള വാഹന ഗതാഗതം ഇതുവഴിയാകുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അതുവഴി വ്യാപാരിക്കുണ്ടാകും. അതുപോലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് നമുക്ക് മാറുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. നാടിന്റെ മുഖച്ഛായ മാറുന്ന വികസനം വരുമ്പോൾ വ്യാപാരികൾക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. വയനാട്ടിലേക്ക് ബദൽപാത ഉണ്ടാകുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ വികസനം ഞങ്ങൾ വലിയൊരു വികസനം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തുരങ്കപാതയുടെ പൂർത്തീകരണത്തോടെ ഈ പ്രദേശവും ഈ മലയോര മേഖലയും വലിയ ഒരു വികസന മുന്നേറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് തുരങ്കപാത തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള എളുപ്പപാതയായി അത് മാറും. പുതിയ സംരംഭങ്ങളുടെ കടന്നുവരവിന് അത് സഹായിക്കും. ഫ്രീക്വൻ്റ്ലി ഞാൻ ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂർ എത്താനും നമുക്ക് ചുരം കടന്ന് കിട്ടിയാൽ ചുരത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലോക്കിൽ പെടുന്നത്. അപ്പം ബാംഗ്ലൂർക്ക് നമുക്ക് പോകാനും നന്നായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് ഗസ്റ്റുകൾ പുറത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നന്നായിട്ട് നമുക്ക് ഗസ്റ്റ് വരാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത പ്രശ്നം മാത്രമല്ല പരിഹരിക്കപ്പെടുക, മറിച്ച് നാടിന്റെ സർവ്വതോന്മുഖ വികസനത്തിനുള്ള വഴിതുറക്കൽ കൂടിയായി അത് മാറും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.